ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണക്ക ചെമ്മീനും പച്ചക്കായും വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി കാണാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 2-3 വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഉണക്ക ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തത്, പൊടികൾ, പച്ചക്കായ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, കുടംപുള്ളി 2 എണ്ണം വെള്ളത്തിൽ കുതിർത്തത്. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെക്കുക. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ 2-3 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 1-2 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി വറുത്ത് പോകണ്ട, അതിൻ്റെ പച്ചച്ചുക ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകും, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കായ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. പച്ചക്കായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ കുക്ക് ചെയ്താൽ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് കുടംപുളി കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞു. കറി അത്യാവശ്യം കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി താളിച്ച് ചേർക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും 2 ഉണക്കമുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്തിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. നമ്മൾ ചുവന്നുള്ളി തന്നെ ചേർക്കണം. അത് കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. സവാള ചേർക്കരുത്. ഇനി ഇത് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് മൂടി വയ്ക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു.